വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ ലേശം പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈമാൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. ഒരാഴ്ച മുമ്പ് ഒരു ഉമ്മയും മകളും കൂടി എൻ്റെ വീട്ടിലേക്ക് എന്നെ കാണാൻ വന്നു. പല ദിവസങ്ങളായിട്ട് ഒരു വിളിക്കലുണ്ട്. എന്തായാലും കണ്ടിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള കാര്യമാണ്. കൗൺസിലിംഗ് ആണെങ്കിൽ അല്ലേനും നേരിട്ട് സംസാരിക്കാനാന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞു. ഫാത്തിമ സന എന്നാണ് എൻ്റെ പേര്. ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഒരു പറഞ്ഞ് എന്നെക്കുറിച്ച് നിങ്ങൾ വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓർമ്മ ഞാൻ എവിടെയോ കണ്ടതിനെക്കുറിച്ച് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതാ വീഡിയോ എന്താണെന്ന് എനിക്ക് ഓർമ്മ. ഞാൻ വളരെ ചിരിച്ചിട്ട് എന്താ സംഭവം പറഞ്ഞു. ഞാൻ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വീഡിയോ ഇട്ടത്. എൻ്റെ അമ്മ കോടതിയിൽ കിടന്ന് കരയുമ്പോൾ ആ ഉമ്മാനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഞാൻ കാമുകൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നൊരു വീഡിയോ ഇട്ടത്. അത് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആൾക്കാർ അത് കാണുന്നു ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഉമ്മ പറയണത്. ഈ ഉമ്മയും മോളും കൂടി ഒന്ന് പറയണത് ഞാനാകെ ഞെട്ടി. കാരണം നമ്മളെ ലൈഫിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ നേരിട്ടിട്ട് ഇങ്ങോട്ട് വരിക എന്നുള്ളത് റയറായിട്ട് സംഭവിക്കുന്ന കേസുകൾ. ചില ഉമ്മ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നന്നായിട്ട് പഠിക്കാൻ മിടുക്കിയായിരുന്ന ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇടക്കിടക്ക് വരാവുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരനെ അവളുടെ വാപ്പ ഗൾഫിലൊരു ബിസിനസ്സുകാരനാണ്. നല്ല വിശ്വാസത്തിൽ ഏൽപ്പിച്ചിരുന്നവളാണ്. അവനായിട്ടാണ് ഇവൾ പ്രണയമായത്. അങ്ങനെ പ്രണയമായിട്ട് വീട്ടുകാരറിയാതെ ഇവളെ നിക്കാഹ് ഉറപ്പിച്ചൊരു സമയമായിരുന്നു ഇവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അന്നതൊരു വലിയ വിവാദമായിട്ട് നിങ്ങൾ വീഡിയോയിൽ കൊടുത്ത് അന്യമതസ്ഥൻ്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് ഇതറിഞ്ഞിട്ട് വിവാഹം ഉറപ്പിച്ച ചെക്കൻ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. അങ്ങനെ ഈ ഉമ്മ അങ്ങനെ പറയാണ്. ഞാനിതിങ്ങനെ കേട്ട് തരിച്ചിരിക്കുകയാണ്. പടച്ച റബ്ബേ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ വീഡിയോയിൽ പറയുന്ന ആളുകൾ തിരഞ്ഞ് നമ്മളെ വീണ്ടും കാണാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും പല ആളുകൾ കാണലുണ്ട്. കാണുന്നവരെന്ന് പറഞ്ഞാൽ വീഡിയോ കാണുന്ന ആളുകൾ, അല്ല വീഡിയോയിൽ പറഞ്ഞ ആളുകളെ നമ്മളങ്ങനെ കാണില്ലല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എന്നിട്ട് എന്താ സംഭവിച്ചെന്താണ് എന്താണ് ഇപ്പം ഇങ്ങോട്ട് ഒരു അവസ്ഥ എന്ന് ചോദിച്ചു. അങ്ങനെ ഉമ്മ ജീവിതം തകർന്നൊരവസ്ഥയിലായി. സത്യം പറഞ്ഞാൽ ആ വാപ്പയും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരുന്നവരാ, നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നവരാ രോഗികളായിട്ട് മാറി. അവർ കരഞ്ഞ് ദുആ ചെയ്യാത്ത ദുആകളില്ല ഈ മോളൊന്ന് തിരിച്ചു കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് ഇവരുടെ കുടുംബക്കാരൊക്കെ ഇടപെട്ട് ഇവരെ ഒരു ഉംറക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ഈ ഉമ്മ സത്യമാണ് പറഞ്ഞത്. ആ ഉമ്മ ആ കാബയുടെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യണം. പടച്ച റബ്ബേ, ഞാൻ എൻ്റെ മകൾക്ക് ഞാൻ ഫാത്തിമ എന്ന് പേരിട്ടത് ഹബീബായ നബിയുടെ പുന്നാരമുള്ള പേരാണ്. അത്രയും സ്നേഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ആ പേരിട്ടത്. ഞാനിതാ ഈ ഒരു കില്ല പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉള്ളിലുള്ളത് ഹബീബായ നബി തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തരണം. അന്ന് ഈ ഉമ്മ ഒരു സ്വപ്നം കാണാണ്. ഈ മകള് വീട്ടിലേക്ക് വരുന്നത് കാണുന്നു. ഉമ്മാൻ്റെ ചേർത്ത് പിടിച്ചിട്ട് കരയുന്നു. വാപ്പാൻ ചേർത്ത് എനിക്ക് തെറ്റുപറ്റി ഉമ്മ ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞിട്ട് ഈ മകൾ വളരെ നല്ല കുട്ടിയാവണം. അങ്ങനെ ഈ മകളുടെ കല്യാണം കഴിയാണ്. മകളെ നല്ലൊരാൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ ഉമ്മ കിനാവ് കണ്ട്. ഈ ഉമ്മ ഞെട്ടി ഉണർന്നിട്ട് ഹസ്ബൻഡിനോട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇവർ ഉംറ കഴിഞ്ഞിട്ട് മദീനയിൽ പോയി. എന്തുണ്ടെങ്കിലും നമ്മളെ തങ്ങളോട്, നമ്മളെ മുത്തുനബിയോട് നമ്മൾ ദുആ ചെയ്യുക. മുത്തുനബിയോട് നമ്മുടെ സങ്കടങ്ങൾ പറയാം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് പ്രയാസം അനുഭവിക്കുകയാണെങ്കിലും നമ്മൾ ആ സങ്കടങ്ങൾ പറയണം. കാരണം അതാണ് എൻ്റെ ഒരു മാർഗ്ഗം. അങ്ങനെയാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റഹ്മത്താക്കി വെച്ചൊരു ഉപകരണമാണ് അത്. അതിലൊരു പ്രത്യേക ദിനമോ മാസമോ ഒന്നും നോക്കണ്ട. റസൂലുള്ളാഹി എന്ന് പറഞ്ഞത് ഈ ഭൂമിലോകം പടക്കുന്നതിന് മുൻപ് അള്ളാഹു പടച്ചൊരു നൂറാണ്. ആ നൂറിൻ്റെ പ്രതിനിധിയാണ് ആദം നബി അലൈഹി സ്വലാം. ബാക്കി എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളും ആ റഹ്മത്തിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ആ ഒരു റഹ്മത്തിനോടുള്ള ആ ഒരു നബി തങ്ങളോടുള്ളൊരു ഇഷ്ടം അവിടെ നിന്ന് റൗദ ഷരീഫിൽ നിന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. അന്നും ഇതേ സ്വപ്നം തന്നെ ഈ ഉമ്മ കണ്ടു. തിരിച്ചു വന്ന് നാട്ടിൽ വന്നപ്പോഴാണ് ഇവരെ പിന്നെ കോൺടാക്ട് ചെയ്തൊരു കാര്യമൊന്നുമില്ല. ഈ പെൺകുട്ടീനൊക്കെ കോടതിയിലാക്കിയപ്പോൾ അവരൊക്കെ ചെക്കൻ്റെ കൂടെ കോടതിയിൽ നിന്നൊക്കെ ഉമ്മാൻ്റെ കരച്ചിലൊന്നും വകവെക്കാതെ പോയൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയാണ്. 10-20 വയസ്സുണ്ട് ഇവർക്ക്. അങ്ങനെ ഒരിക്കൽ ഈ ഒരു പെണ്ണിൻ്റെ ഫോൺ കോൾ വരികയാണ്. ഉമ്മ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ തിരിച്ചു വരികയാണ്, തിരിച്ച് വന്നാൽ എന്നെ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ മോള് തിരിച്ചു വരികയാണ്. ഈ മോൾക്ക് ലൈഫിൽ വിചാരിച്ച പോലെ ഈ പ്രണയത്തിൻ്റെ ഒക്കെ ഒരു സ്ട്രോങ്ങിൽ പോയതാണ്. പക്ഷെ പറ്റണ്ടേ, അവൻ മതം മാറാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉമ്മാനും വാപ്പാനും ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരും. പിന്നെ നാട്ടുകാരെ പ്രാക്കി വീഡിയോയിൽസ് ഇങ്ങനെ വരിക. ഇത് ഈ ഒരു സ്ട്രഗിൾ ചെയ്യാൻ അവൾക്ക് പറ്റാഞ്ഞിട്ടുള്ള ഓരോ മുന്നിലുള്ളൊരു മാർഗ്ഗം ഒന്നുകിൽ വീട്ടിലേക്ക് തിരിച്ചു പോവുക, അങ്ങനെ വീട്ടുകാർ സ്വീകരിക്കണില്ലെങ്കിൽ എങ്ങനെയും ജീവൻ എടുക്കുക. അല്ലാതെ എല്ലാവരും ഉറപ്പിച്ചിട്ടൊരു ജീവൻ എന്നില്ല. അതൊക്കെ ഒരു ആവേശത്തിന് അങ്ങനെ ഒരു തീരുമാനമുള്ളിൽ എന്തോ ഒരു ഇബിലീസിൻ്റെ ഒരു കളി കളിച്ചു. ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റും, എനിക്കിതിനൊക്കെ പറ്റും, ഞാൻ എല്ലാത്തിനും ഏബിളാണ്, ഞാൻ പ്രായപൂർത്തിയായ ആളാണ്, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്. അപ്പോൾ ഒരു അഹങ്കാരമാണ്. ഈ അഹങ്കാരം തന്നെയാണ് ഇബിലീസിനുണ്ടായിരുന്നത്. ഉമ്മ ഇവളെ സ്വീകരിച്ചു വന്നിട്ട് ഈ മകള് പറയുന്നതാണ്. അതാണ് എനിക്ക് ഭയങ്കര ഞെട്ടിച്ചത്. ഈ ഒരു മകള് ഈ ഉമ്മ സ്വപ്നം കണ്ട അതേ ദിവസം ഈ മകളും സ്വപ്നം കണ്ടിരുന്നത്രേ ഉമ്മാൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അവിടുന്ന് ഉമ്മാൻ തിരിച്ചു പോകണത് ഉമ്മ സ്വീകരിക്കണത്, വാപ്പ സ്വീകരിക്കണത്. അതായത് സത്യം പറഞ്ഞാൽ ഈ ഉമ്മ ഞെട്ടിയെന്ന് വെച്ചാൽ ഈ ഉമ്മ ഉംറക്ക് പോയ ദിവസത്തിൽ തന്നെയാണ് ഈ മകൾ ഇവിടെ മറ്റവൻ്റെ കൂടെ ഉള്ളൊരു സമയത്താണ് ഈ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇവളുടെ ഉള്ളിലൊരു ഇളക്കമുണ്ടായത്, വീട്ടിലേക്ക് പോകണം, വീട്ടുകാരെന്നെ സ്വീകരിക്കുന്നൊരു തോന്നലുണ്ടായത് അവിടെ നിന്നാണ്. ആ സ്വപ്നം ഇവൾ 2 ദിവസം കണ്ടു. ഈ 2 ദിവസം ഒന്ന് മക്കത്തുനിന്ന് കണ്ടപ്പോഴും ഒന്ന് മദീനത്തുനിന്ന് ഉമ്മ കിനാവ് കാണുന്ന ദിവസമാണ് ഈ മകൾ കണ്ടത്. അപ്പോഴാണ് ഈ മകൾക്ക് ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവണം.
ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ നബിതങ്ങളെ വിളിച്ചിട്ട് ആ ഒരു അള്ളാഹുവിൻ്റെ റഹ്മത്ത് നബിതങ്ങളിലൂടെ പ്രകടമാവുകയാണ്. മകളൊക്കെ 10ാം ക്ലാസ് മദ്രസ പഠിച്ച കുട്ടിയാണ്, അത്യാവശ്യം അറിവും കാര്യങ്ങളൊക്കെ തഹജ്ജുദൊക്കെ നിസ്കാരങ്ങളൊക്കെ പതിവുണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷേ ഈ പ്രണയത്തിൻ്റെ ചതിയിൽ പെട്ടിട്ടേ ഇത് അങ്ങനെയാണല്ലോ, നമ്മൾ നല്ല ഇതൊക്കെ ആണെങ്കിലും പിന്നെ ബുദ്ധിയുടെ കയ്യിൽ നിന്ന് പോവത് നമ്മുടെ കയ്യിലാവില്ല. ഈ പ്രണയത്തിന് അതിൽപ്പെട്ടവന് വാപ്പിയും വേണ്ട, ഉമ്മയും വേണ്ട, മതവും വേണ്ട, ജാതിയും വേണ്ട, എല്ലാം ഇട്ടെറിഞ്ഞ് പോകും. പിന്നെ അവർക്കിത് മനസ്സിലാവണമെങ്കിൽ ഒരു സമയം എടുക്കും. അപ്പോൾ ഇപ്പോഴാണ് ഇവൾക്ക് ഇങ്ങനെ ഓരോ മനസ്സിലാവണം. അപ്പോൾ നബി തങ്ങളാണ് തനിക്ക് ഈ സ്വപ്നം കാണിപ്പിച്ചത് എന്നുള്ളൊരു തോന്നൽ ഈ പെൺകുട്ടിക്ക് ഉണ്ടായി. ഈ പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ഇനി ഒരു കല്യാണമൊന്നും വേണ്ട, ഇനി ആര് കല്യാണം കഴിക്കാനാണ്, ഞാനിങ്ങനെ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ പോയ ഒരാൾ. അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും മോള് ചിന്തിക്കേണ്ട. ഈ പെൺകുട്ടി ഹബീബ നബിയുടെ പേരിൽ ഭയങ്കരമായിട്ട് സ്വലാത്തിലും വല്ലാതെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഉള്ളിൽ നമ്മൾ കാണുന്ന ഒരു നബി എന്ന് പറയുമ്പോൾ മക്കത്ത് ജീവിച്ച് മദീനത്ത് വഫാത്തായ ഒരു 1500 വർഷം മുൻപുണ്ടായിരുന്ന ഒരു പ്രവാചകനല്ല, ലോകാവസാനം വരെ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രവാചകനാണ്, ഹഖീഖായ പ്രവാചകൻ. അതിൻ്റെ ആ ഒരു എന്താ പറയുക ഹുസൂസിയത്ത് റസൂലുള്ളാഹി നമ്മളിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം, നമ്മൾ ചരിത്രത്തിലുള്ള പാഠബുക്കിലുള്ള ചരിത്ര പുസ്തകത്തിലുള്ള മക്കത്ത് ജനിച്ച് മദീനത്ത് വഫാത്തായ നബിനെ കുറിച്ചാണ് കാണുന്നത്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ആ ഹബീബ നബി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉള്ളിൽ കണ്ടു വന്നാൽ ഈ പെൺകുട്ടിക്ക് അങ്ങനെ സംഭവിച്ചു. കാരണം അത്രയും വലിയൊരു വിശ്വാസം, അത്രയും വലിയൊരു ദുർഘടബാധയിൽ കൂടെ വന്നിക്കണല്ലോ. ഒരു വിഷമത്തിൽ കൂടെ വരുമ്പോഴാണ് നമുക്കൊരു വിഷമം പടച്ചോൻ തരുന്നത് ഒന്ന് നന്നാക്കാനാണ്. ഈ പെൺകുട്ടി ഹബീബ നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നു. ഹബീബ നബിയുടെ സ്വപ്നം കണ്ടു എന്നാണ് ഈ ഒരു ഉമ്മയും മോളും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് പറയുന്നത്. ഞങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇനി ഒരു നല്ല കല്യാണക്കാര്യം വന്നിട്ടുണ്ട്. ഒരു അദ്ദേഹത്തിന് ഒരാൾ ഗൾഫിലാണ്, ഒരു എഞ്ചിനീയറാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിവാഹം ഉറപ്പിച്ച് നിക്കാഹൊക്കെ കഴിഞ്ഞതായിരുന്നു, ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു, അങ്ങനെ വിവാഹം വേണ്ട എന്നൊക്കെ വെച്ച് ഉറപ്പിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം വിവാഹം ഉറപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലിൽ അവരുടെ വീഡിയോ ഉണ്ടെങ്കിലും അവർ ആ കുടുംബം ഒന്നടങ്കം നമ്മുടെ ചാനൽ വളരെ താല്പര്യത്തോടു കൂടി കണ്ടിരുന്നവരാണ്. അതുകൊണ്ട് ഈ ചാനലിൽ എൻ്റെ വീഡിയോകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഉമ്മയും മോളും വന്നത്. സത്യം പറഞ്ഞാൽ എനിക്കവരോട് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മനാമിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കരുതുന്ന ഈ വേഷവിധാനങ്ങളൊക്കെ ഉള്ള ആൾക്കപ്പുറം എത്രയോ സാധാരണക്കാർ ഹബീബ നബിയുള്ള സ്നേഹം കാരണം, ആ പ്രാർത്ഥന കാരണം മനാമിലൊക്കെ കാണുന്ന ആളുകളുണ്ട്. ഞാനിത് പറയാൻ കാരണം അവർ വന്നിട്ട് എന്നോട് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത്രയും സ്നേഹമുള്ള ആളുകൾ ഹബീബ നബിയുള്ള ഹുബ്ബ് എന്താണെന്നുള്ളത്, നമ്മുടെ വിശ്വാസം നമ്മുടെ യഖീനിൽ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും തങ്ങളോട് പറയാം, ഹബീബ നബിയോട് പറയാം, നബി എനിക്ക് ഇങ്ങനെ പ്രയാസങ്ങളുണ്ട്, ഞാൻ സ്വലാത്തുകൾ ചെല്ലുന്നുണ്ട്. നമ്മൾ എന്ത് ആരാധന നടത്തിയാലും അതിൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. നിസ്കരിച്ചാലും നോമ്പ് നോക്കിയാലും നമ്മൾ എന്ത് ഖുർആൻ ഓതിയാലും ഒക്കെ പിഴവും കാര്യങ്ങളൊക്കെ, അതൊന്നും പെർഫെക്റ്റായിട്ട് അല്ലാഹ് സ്വീകരിക്കാൻ അറിയില്ല. പക്ഷേ സ്വലാത്തും ദിക്റും ഹബീബ നബി തങ്ങളെ സ്നേഹിക്കുക. അത് സ്നേഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ തങ്ങൾ കാണുന്നുണ്ട്, അല്ലാഹ് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ തങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ എത്ര സ്വലാത്ത് ചെല്ലുമ്പോഴും ആ സ്വലാത്ത് നബി തങ്ങൾ അരികിലേക്ക് എത്തും. നബി തങ്ങൾ ചോദിക്കും, ഇന്നയാളെ മോള് ഇന്നയാളെ മോനെ ചൊല്ലുന്നുണ്ടല്ലോ എൻ്റെ കുട്ടി. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും. ആ ഒരു സ്നേഹം ഉള്ളിൽ ഉണ്ടാവണം. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മാർഗ്ഗം നമ്മൾ ഇത്തിബായി നമ്മൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാരുണ്യം പിൻപറ്റണം. അല്ലാതെ നിബിതങ്ങൾ പല്ലേച്ച പോലെ പല്ലേക്കുക, നിബിതങ്ങൾ താഴ് പോലെ താടി വിളർത്തുക, തല പറക്കണ പോലെ, ഇതൊക്കെ നമ്മുടെ ഭംഗിക്ക് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിലപ്പുറം ഒരു ഭംഗിയുണ്ട്. നിബിതങ്ങളുടെ റഹ്മത്ത്, കാരുണ്യം, തന്നെ ചീത്ത പറയുന്നവനോട് മാപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അപ്പോഴും അള്ളാനെ കൈവിടാതിരിക്കുക. നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോഴും പടച്ചറബിൽ വിശ്വാസം ഉണ്ടാവുക. നമുക്കൊരു പരാജയമാണ് വരുന്നെങ്കിലും അതിലും നമ്മൾ സംതൃപ്തിയോട് കൂടി ജീവിക്കുക. ഈ ഒരു ഇതാണ് റസൂലുള്ളാഹിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ആ ഒരു കുടുംബത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. എനിക്ക് അവരോട് ഭയങ്കര ഇത് തോന്നി, റെസ്പെക്റ്റ് തോന്നി. ആ വീഡിയോ ഒക്കെ, കാരണം അതൊക്കെ എൻ്റെ ചാനലിൻ്റെ തുടക്കത്തിൽ കൊടുത്ത വീഡിയോസാണ്. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവരെ ഹബീബ നബിയോടുള്ളൊരു സ്നേഹം കാരണം അവരിന്ന് മനാമിൽ സ്വപ്നത്തിൽ പോലും തങ്ങളെ കാണാൻ കഴിയുക, ഒരു കല്യാണം ശരിയായി സന്തോഷത്തോടു കൂടി പോവുക. അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ ലൈഫിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കുക, ഹബീബായ തങ്ങളോട് ഇഷ്ടം, തങ്ങളെ നമുക്ക് പ്രാപിക്കാൻ കഴിയുക. ഈ ഒരു ലോകം മുഴുവൻ ഉണ്ടാക്കിയത് ഹബീബ നബിയുടെ 100 ശേഷം അതൊരു മനുഷ്യരൂപമായിട്ട് പറഞ്ഞതാണ് മക്കത്ത്. പിന്നീട് അത് അസ്തമിച്ചതാണ് മദീനത്ത് അസ്തമിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് എപ്പോഴും ഉണ്ട്. നമ്മുടെ ലോകാവസാനം വരെ ആ റസൂലുള്ളാഹിൻ്റെ ഇത് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു വീഡിയോ ഞാനിത് പങ്കുവെക്കാൻ കാരണം ഞാനോട് ചോദിച്ച്, ഞാൻ നിങ്ങളുടെ കഥ ഞാൻ പറയും. അപ്പോൾ അവരോട് മുന്നിൽ അവരെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, നമ്മൾ ചോദിക്കാൻ തന്നെ മോശമല്ലേ. ഒരാളെങ്കിലും സ്വലാത്തിൻ്റെ ഒരു മാർഗ്ഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ആ ഉമ്മയും മോളും മുഖത്തോട് നോക്കണം, രണ്ടും കൂടിയിട്ട്. ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ പേടിക്കണ്ട, പേര് പറഞ്ഞാൽ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പിന്നെ ഇപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും ഞാൻ കൊടുക്കണില്ല. ഇതിലിപ്പോൾ ഞാൻ കൊടുത്തൊരു ഫോട്ടോ ഒരു താൽക്കാലിക ഫോട്ടോ ആണ്. എന്തായാലും സ്വലാത്ത് ചൊല്ലുന്നതിലൊരു അമാന്തും വേണ്ട. ഹബീബായ തങ്ങളോടുള്ളൊരു ഇഷ്ടം
നമ്മുടെ ഉള്ളിലുണ്ടാവുക. ആ ഒരു പ്രേരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പങ്കുവെച്ചത്. ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഫോട്ടോയിൽ കാണുന്ന പണ്ഡിതൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.